ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മെഡിഫെസ്റ്റ് നടക്കുന്ന തിരുവല്ലയിലെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലാണ്. സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 1 വരെയാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ബിസിനസ് പരമായ സ്റ്റാളുകളാണ് ഉള്ളത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോറുകളായിട്ടാണ് മെഡിക്കൽ പരമായ കാര്യങ്ങളൊക്കെ ഉള്ളത്. ആദ്യം നമ്മൾ കാണുന്നത് ബോണ്ട് ഹൗസിലോട്ട് കിടക്കുന്നതാണ്. ഓർത്തോപീഡിക് സ്വന്തമായ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് ഹൗസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഓർത്തോപീഡിക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേതാണ് നമ്മൾ കാണുന്നത്. ലോവർ ലിംബ് ആൻഡ് അപ്പർ ലിംബ് പാർട്സുകളെല്ലാമാണ് അവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കാല് വളഞ്ഞിരിക്കുമ്പോൾ അത് നേരെയാക്കാൻ വേണ്ടി ചെയ്യുന്ന പോൺസിറ്റി മെത്തേഡാണ് നമ്മൾ ഈ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നത്. പ്രൊലാപ്സ്ഡ് ഡിസ്ക് എങ്ങനെയാണെന്നുള്ളത് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുമുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഹിപ്പ് ജോയിൻ്റ് പ്രോസസ്സസ് ആണ്. ഹിപ്പൊക്കെ പൊട്ടൽ വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ജോയിൻ്റ് പിടിപ്പിക്കുമല്ലോ, അതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ആർത്രൈറ്റിക് സ്റ്റേജസ് എങ്ങനെയാണെന്ന് കാണിക്കുന്ന, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ആ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ലോവർ ലിംബിൽ ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ പിടിപ്പിക്കുന്ന ആർട്ടിഫിഷ്യലായിട്ടുള്ള നെയിലിംഗ് ആണ് ഈ കാണുന്നത്. ഫീമർ നെയിൽ മോഡൽ, ടിബിയ നെയിൽ മോഡൽ. നീ റീപ്ലേസ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഇംപ്ലാൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. മുട്ടുകൾക്ക് തേയ്മാനം ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്ഷൻ കാണുന്നുണ്ട്, ഡെൻ്റൽ സെക്ഷൻ കാണുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് ഗൈനക്കോളജിയുടെയാണ്. ഫലോപ്പിയൻ ട്യൂബ്, ഓവറി, യൂട്രസ് ആ ഒരു ഭാഗമാണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഓരോ സെക്ഷനിലും ഓരോരുത്തരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അടുത്തത് റേഡിയോളജി സെക്ഷനാണ്. MRI, CT സ്കാൻ, എക്സ്റേ തുടങ്ങിയ ഫിലിമുകളെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെലിവറി ടൈമിലുള്ള പാർട്യൂറേഷൻ റിഫ്ലക്സ് ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് തെർമോക്കോൾ മോഡലിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിരവധി തെർമോക്കോൾ മോഡൽ നമുക്കവിടെ കാണാൻ പറ്റും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓരോ സെക്ഷനിലും തെർമോക്കോൾ മോഡലിങ് അവിടെ ഒരു ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതുമുണ്ട്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. നിയോനെറ്റൽ വെയിങ് മെഷീന്, അഡൽട്ട് വെയിങ് മെഷീന്, അങ്ങനെയുള്ള തുടങ്ങിയ ഇന്നോവേഷൻസ് എല്ലാമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡീഫൈബ്രിലേറ്ററാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ KSRTC സ്റ്റാൻഡിലും ഒക്കെ കാണാറുള്ളതാണ്. അത് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നത്. ഇൻഫ്യൂഷൻ പമ്പ്, സിറിഞ്ച് പമ്പ് തുടങ്ങിയവയൊക്കെയാണ് അവിടെ കാണുന്നത്. നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങൾക്ക് ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുമെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ് അടുത്ത സെക്ഷനിൽ ചെയ്യുന്നത്. വിവിധ അർബുദബാധിതമായ ശരീരഭാഗങ്ങളാണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്.
തൈറോയിഡ് റിമൂവ് ചെയ്യുന്ന തൈറോയിഡക്ടമിയുടെ ഡിസ്പ്ലേ ആണ് കാണുന്നത്. പിന്നെ വേരിക്കോസ് വെയിൻ വരുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്പൈഡർ വെയിൻ മുതൽ അൾസേഴ്സ് ആകുന്നത് വരെയുള്ള സ്റ്റേജുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. സ്യൂച്ചറിങ് അഥവാ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. അടുത്ത സെക്ഷനിൽ ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നടക്കുന്നത്. പൊള്ളലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ താടിയെല്ലിന്റെ വളർച്ച കുറയുന്നതിനും നമ്മുടെ പല്ല് താടിയെല്ലിന്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലിന്റെ അകത്തോട്ട് കുരുങ്ങി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇംപാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇംപാക്ഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. പാർഷ്യൽ, കംപ്ലീറ്റ് ഇംപാക്ഷൻ. പാർഷ്യൽ ഇംപാക്ഷൻ എന്ന് വെച്ചാൽ ലിവറിൻ്റെ വിവിധ തരത്തിലുള്ള അസുഖങ്ങളുടെ ഒരു സ്റ്റേജസ് ആണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫാറ്റി ലിവർ മുതൽ സിറോസിസ് വരെ ഉള്ളതുണ്ട്. അടുത്തത് കോളിലിത്തിയാസിസ് ആണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗോൾ ബ്ലാഡറിൽ കല്ലുണ്ടാകുന്ന സ്റ്റേജാണത്. ക്യാൻസറസ് ആയിട്ടുള്ള സ്റ്റൊമക്കിൻ്റെയാണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തത് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്ഷനിലാണ് കാണുന്നത്. പല മെഷീനുകളും അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുമുണ്ട്. ബ്രൂസെല്ലോസിസിനെ കുറിച്ചാണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ പാസ്ചറൈസ് ചെയ്യാത്ത പാല് കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഡയറി പ്രോഡക്റ്റുകൾ കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് അവിടെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ടോക്സോപ്ലാസ്മോസിസ്, അത് പൂച്ചകളുടെ രോമത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ, അതിൻ്റെ ഓരോ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ, അങ്ങനെയുള്ള ഓരോന്നോടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ടോട്ടലി വളരെ നല്ല അറിവുകളാണ് ഈ മെഡിഫെസ്റ്റ് കൊണ്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്